അനുരാഗതീരം ഭാഗം 13 രചന അഭിരാമി. റോസ്ലിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി വീണ്ടും ഡേവിയുടെ മുറിയിലേക്ക് തന്നെ വന്നതായിരുന്നു അനുരാധ. ആ നേരം അതൊന്നും അറിയാതെ ഒരു പ്രണയഗാനം മൂളിക്കൊണ്ട് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ഒതുക്കുകയായിരുന്നു ഡേവി. മുറിക്കുള്ളിൽ നിന്നുമുള്ള ഡേവിയുടെ സ്വരം കേൾക്കെ അവളുടെ കണ്ണുകൾ വിടർന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു അവൻ്റെ സ്വരത്തിൽ നിന്നുതിർന്ന ആ വരികൾക്ക്. ആഹാ, ഇങ്ങനെ കൊള്ളാമല്ലോ. മനോഹരമായൊരു പുഞ്ചിരിയോടെ അവൾ സ്വയം ഒഴിഞ്ഞു. അതേസമയം തന്നെയായിരുന്നു മുറി തുറന്ന് ഡേവി പുറത്തേക്ക് വന്നത്. പെട്ടെന്ന് അവനെ മുന്നിൽ കണ്ടതും പുഞ്ചിരിയോടെ സ്വയം മറന്ന് നിന്നിരുന്ന അനുരാധയൊന്ന് വിളറിപ്പോയിരുന്നു. ഡേവിയുടെ കണ്ണുകളും അപ്പോൾ അവളിൽ തന്നെയായിരുന്നു. രണ്ട് കൈയിലും എന്തൊക്കെയോ സാധനങ്ങളും പിടിച്ച് ഒരു മണ്ടൻ ചിരിയും ചിരിച്ച് നിൽക്കുന്ന അവളെ കാണെ അവൻ കണ്ണുമിഴിച്ചു. ഇതെന്താ, എല്ലാവരും വരുന്നെന്ന് കേട്ടപ്പോൾ പേടിച്ച് സ്ഥലം വിടാൻ പോകുവാണോ? അവളുടെ നിപ്പ് കണ്ട് പുരികം ചുളിച്ച് അവൻ ചോദിച്ചു. സ്ഥലം വിട്ട് വന്നത് തന്നെയാണ്, പക്ഷേ ഇവിടം വരെ ഉള്ളൂ. മനസ്സിലായില്ല. അത് പിന്നെ മമ്മി പറഞ്ഞു അവരൊക്കെ വരുമ്പോൾ നമ്മൾ രണ്ടും രണ്ടിടത്താണെന്ന് കണ്ട അത് മതി പുതിയ പ്രശ്നങ്ങൾ തുടങ്ങാനെന്ന്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ. മടിച്ചുള്ള അവളുടെ പറച്ചിൽ കേട്ടതും ദേവി ഒന്ന് ഊറിച്ചിരിച്ചു. അത് ശരി, ഇപ്പോൾ നമ്മളൊരു റൂമിൽ കഴിയുന്നതിന് മമ്മിക്ക് പ്രശ്നമൊന്നുമില്ലേ? അവൻ കുസൃതിയോട് ചോദിച്ചതും അനുരാധയുടെ മുഖം കൂർത്തു. തൻ്റെ ചമ്മൽ മനസ്സിലാക്കിയിട്ടും പുറത്തു നിർത്തിയുള്ള അവൻ്റെ ഈ കൊനഷ്ട ചോദ്യങ്ങൾ തന്നെ കളിയാക്കാനാണെന്ന തോന്നൽ കൊണ്ടായിരുന്നു അത്. എനിക്കറിയത്തില്ല, മമ്മി താഴെയുണ്ട്, സംശയങ്ങളൊക്കെ അങ്ങോട്ട് ചെന്ന് ചോദിക്കാൻ തന്നെയാണ് പോണത്. വാതിൽക്കൽ നിർത്തിയുള്ള ക്രോസ് വിസ്താരത്തിൻ്റെ ചുടുപ്പിൽ പറഞ്ഞതാണെങ്കിലും മുണ്ടും മടക്കി കുത്തി ചിരിയോടെ താഴേക്ക് പോണവനെ കണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. പിന്നെ എന്തേലും ആവട്ടെന്ന് കരുതി വേഗം മുറിയിൽ കയറി വാതിലടച്ചു. ഏകദേശം 12:30 മുറ്റത്തേക്ക് 3 കാറുകൾ വന്നു നിന്നത്. അത് പ്രതീക്ഷിച്ചെന്നോണം ഉമ്മറത്തുണ്ടായിരുന്ന എബ്രഹാമും റോസ്ലിനും ഡെയ്സിയും പരസ്പരം നോക്കി. ആഹാ, എല്ലാവരും കൂടി സംഘടിച്ചാണല്ലോ പപ്പ വരവ്. അപ്പോൾ ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. എന്തോന്ന് നടക്കാൻ? അവർ അനുവിനെ പരിചയപ്പെട്ടിട്ട് ഫുഡും കഴിച്ചേച്ചങ്ങ് പോകും. നിസ്സാര മട്ടിൽ എബ്രഹാം പറഞ്ഞത് കേട്ട് അമ്മയും മകളും പരസ്പരം ഒന്ന് നോക്കി. അപ്പോഴേക്കും വന്നവരൊക്കെ കാറിൽ നിന്നും ഇറങ്ങിയിരുന്നു. എബ്രഹാമിൻ്റെ അമ്മച്ചി ശോശാമ്മയും അനിയന്മാരായ സെബാസ്റ്റ്യൻ, ഭാര്യ സെലിൻ, ജേക്കബ്, ഭാര്യ സിനി, പിന്നെ ഒരേ ഒരു സഹോദരി ആനിയമ്മ, അവരുടെ ഭർത്താവ് ജോർജ് എന്നിവരായിരുന്നു വന്നത്. കാറിൽ നിന്നിറങ്ങിയതും ശോശാമ്മ ഉമ്മറത്ത് നിന്നവരെ ഒന്ന് തറപ്പിച്ചു നോക്കി. പ്രായം 19 കഴിഞ്ഞെങ്കിലും അതിനെയൊന്നും കൂസാത്ത വണ്ണം ആരോഗ്യവും ആഢ്യത്വവുമുള്ള ഒരു സ്ത്രീയായിരുന്നു ശോശാമ്മ. കസവിൻ്റെ ചട്ടയും മുണ്ടും മുഖത്തെ കട്ടി ഫ്രെയിമുള്ള കണ്ണടയുമൊക്കെ അതിൻ്റെ മാറ്റുകൂട്ടുന്നതായിരുന്നു. വല്യമ്മച്ചി. പതിവ് പോലെ ഡെയ്സി ഓടിച്ചെന്ന് ശോശാമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു മുത്തം കൊടുത്തു. ആ ഒരു നിമിഷത്തേക്ക് ശോശാമ്മയിലെ കാർക്കശ്യം മാറി അവിടെ വാത്സല്യമല തല്ലി. പക്ഷേ അത് കണ്ടു നിന്ന റോസ്ലിൻ കലിയോടെ കടപ്പല് ഞെരിച്ചു. അതറിഞ്ഞ് ചിരി വന്നെങ്കിലും ഇവരൊക്കെ പോയി കഴിഞ്ഞാലും താൻ ജീവിക്കേണ്ടത് അവളുടെ കൂടെയാണല്ലോ എന്ന തിരിച്ചറിവിൽ എബ്രഹാം ആ ചിരി അടക്കി പിടിച്ചു. എന്നതാ എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നേ, കയറി വരുന്നില്ലായോ? ഇല്ലടാ, ഇവിടെ നിന്ന് നിൻ്റെ പെമ്പ്രനോത്തിയുടെയും സൗന്ദര്യം ഒന്ന് കണ്ടേച്ച് പോകാൻ വന്നതാ. എൻ്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടി ഡേസി മോളെ. എബ്രഹാമിനെ നോക്കിയൊന്ന് ഉഴപ്പിച്ചിട്ട് ശോശാമ്മ ഡേസിയുടെ കയ്യിൽ പിടിമുറുക്കി. എന്നാടാ പിള്ളേരെയൊന്നും കൊണ്ടുവരാഞ്ഞത്? പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റിയ പൂരമാണല്ലോ ഇവിടെ നടക്കുന്നത്. ഇനി ഇതൊക്കെ കൊണ്ട് കാണിച്ചു വെച്ചാലും മതി. എബ്രഹാം ജേക്കബിനോടായിരുന്നു ചോദിച്ചതെങ്കിലും മറുപടി പറഞ്ഞത് ആനിയമ്മയായിരുന്നു. അതെന്നതാടി, നിനക്ക് അത്രയ്ക്കങ്ങ് ഇച്ഛിച്ച് തോന്നാൻ വേണ്ടി ഇവിടെ സംഭവിച്ചതോ? അപ്പോൾ ഇതൊക്കെ വലിയ മഹിമയായിട്ടാണോ ചേട്ടായിക്ക് തോന്നുന്നത്? ദാണ്ടെ ആനി, നീ ചുമ്മാ വന്ന വഴിക്ക് തന്നെ തനിക്കുണം കാണിക്കാതെ കയറി വരാൻ നോക്ക്. എബ്രഹാം ഗൗരവത്തിൽ പറഞ്ഞതും എല്ലാവരും അകത്തേക്ക് കയറി. ഡേസി ചെന്ന് എല്ലാവർക്കും കുടിക്കാനുള്ളതൊക്കെ കൊണ്ടു കൊടുത്തെങ്കിലും ആരുടെയും മുഖത്തിനൊരയവ് വന്നിട്ടില്ലായിരുന്നു. എന്നതാടാ ഇവിടെ നടക്കുന്നത്? ഏറെ നേരത്തെ മൗനത്തിനൊടുവിൽ ശോശാമ്മ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു. അത് പിന്നെ പിള്ളേർ തമ്മിൽ ഇഷ്ടമായിരുന്നമ്മച്ചി. പിന്നെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ അവൻ ആ കൊച്ചിൻ്റെ കഴുത്തെ മിന്നു കെട്ടേണ്ടിയും വന്നു. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ? സംഭവത്തെ നിസ്സാരവൽക്കരിക്കും മട്ടിലുള്ള എബ്രഹാമിൻ്റെ ആ പറച്ചിൽ ആർക്കും ഇഷ്ടമായില്ലെന്ന് എല്ലാവരുടെയും മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. ചേട്ടായിക്ക് ഇത് അത്ര നിസ്സാരമാണോ? സെബാസ്റ്റ്യൻ്റെ സ്വരം ഉയർന്നു. എന്നൊക്കെ ചോദിച്ചാലിപ്പോൾ ആ കൊച്ചിൻ്റെ കഴുത്തേ കിടക്കുന്നത് അവൻ കെട്ടിയ മിന്നാ. അപ്പോൾ പിന്നെ നമ്മളതിനകത്ത് തെറ്റും ശരിയൊക്കെ കഴിഞ്ഞിട്ട് എന്നാ എടുക്കാനാടാ? ചേട്ടായി, നമ്മുടെ കുടുംബത്തിലെ മൂത്ത ചെറുക്കനാ ഡേവി. അവൻ്റെ കെട്ടിങ്ങനെ ആരും അറിയാതെ എവിടെയോ കിടന്ന ഒരു പെണ്ണിൻ്റെ കൂടെ മതിയെന്നാണോ പറയുന്നത്? ആനിയമ്മേ. അതുവരെ മൗനമായി നിൽക്കുകയായിരുന്ന റോസ്ലിൻ്റെ സ്വരം ഉയർന്നതും ഇതെന്താ കഥയെന്ന മട്ടിൽ എല്ലാ കണ്ണുകളും അവരിലേക്ക് നീണ്ടു. ഇനി ഒരിക്കൽ കൂടി ഇമ്മാതിരി വർത്താനം നിൻ്റെ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ നാവിൽ നിന്നും വന്നേക്കരുത്.
ആ പെങ്കൊച്ച് എവിടെ കിടന്നൊരു പെണ്ണൊന്നുമല്ല. എൻ്റെ മകൻ ദേവി മിന്നുകെട്ടിയ പെണ്ണാ. അവൻ്റെ പാതിയായവൾ. അവളെക്കുറിച്ച് വേണ്ടാതീനം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ വിധം മാറും. കെട്ടിക്കേറി വരുന്ന മരുമകളെ ഏതോ കുപ്പത്തൊട്ടിന്ന് വലിഞ്ഞു കയറി വന്ന അട്ടയെ പോലിട്ട് ചവിട്ടി ഞെരിക്കുന്നത് ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ വീട്ടിൽ കയറി വന്ന എൻ്റെ മരുമകളുടെ നേരെ ആ പഴയ ആയുധമൊക്കെ എടുത്ത് ഉന്നം പിടിക്കാൻ നോക്കും മുന്നേ പഴയ റോസ്ലിനല്ല ഇപ്പോൾ ഉള്ളതെന്ന് കൂടെ ഓർത്തോണം. ശോശാമ്മയെയും ആനിയമ്മയെയും നോക്കിയൊരു പുച്ഛത്തോടെ അത്രയും പറഞ്ഞിട്ട് റോസ്ലിൻ നിന്ന് കിതച്ചു. വർഷങ്ങളായി ഉള്ളിൽ നീറിക്കിടക്കുന്ന അഗ്നിയെ ഒന്നാകെ പുറത്തേക്ക് തുപ്പിയതുപോലെ അവർ തളർന്നു പോയിരുന്നു. അതൊക്കെ കേട്ടിരിക്കുമ്പോൾ ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയിട്ട് ചേട്ടത്തിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൂടി കൊടുത്താലോ എന്ന് പോലും തോന്നിപ്പോയിരുന്നു സെലിനും സിനിക്കും. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് മാത്രം അവരത് അടക്കി പിടിച്ചിരുന്നു. കൊള്ളാലോടാ, നിന്റെ പെമ്പർനോത്തിക്കിപ്പോൾ വായി നാക്കൊക്കെ വച്ചല്ലോ. ചോദ്യം എബ്രഹാമിനോടായിരുന്നെങ്കിലും അതിനും മറുപടി കൊടുത്തത് റോസ്ലിൻ തന്നെയായിരുന്നു. അതെ അമ്മച്ചി, നാക്കൊക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ വലിയ മാളികയിലോട്ട് വലിഞ്ഞു കയറി വന്ന വെറും ഒരു പുഴുവായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനല്ല. എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീട്ടിൽ ആ മനുഷ്യൻ കഴിഞ്ഞാൽ എനിക്ക് തന്നെ അധികാരം. അതുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ തൽക്കാലം എനിക്ക് നാവൊളിപ്പിച്ച് മിണ്ടാതെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഇത് വലിയ മാളികക്കൽ വീടല്ല. ഇവിടെ ഞങ്ങൾ വീട്ടുകാരുടെ അഭിപ്രായം കഴിഞ്ഞേ പുറത്തുനിന്നുള്ളവരുടെ അഭിപ്രായം എടുക്കുന്നുള്ളൂ. ഈ വീട്ടുകാരെന്നെന്ന് പറഞ്ഞാൽ അതിൽ ഞാനും എൻ്റെ മോൻ്റെ പെണ്ണും എല്ലാം പെടും കേട്ടോ. അല്ലാതെ വലിയ മാളികക്കലെ പോലെ വന്നു കയറിയ പെണ്ണുങ്ങളെ കുപ്പത്തൊട്ടിയിലെ അട്ടകളായിട്ട് മുദ്ര കുത്തുന്ന പരിപാടി ഇവിടില്ല. അതെല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചാൽ കൊള്ളാം. തുടരും.